ഇപ്പോൾ നമ്മുടെ മീൻ നന്നാക്കി വെച്ചാണ് മീൻ കുറച്ചെടുത്തിട്ടുണ്ട്. മീൻ കുറച്ചെടുത്ത് വെച്ച് ഇച്ചിരി വേപ്പില, ഉപ്പ്, നമ്മുടെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് തിരുമ്മി ഒരു അരമണിക്കൂറാൻ വയ്ക്കുകയാണ്. നമ്മൾ മീൻ അച്ചാറുണ്ടാക്കാൻ പോവാണ്. അപ്പം നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ അകത്തേക്ക് മീനങ്ങിട്ട് കൊടുക്കണം, വറുക്കാനുള്ളത്. എണ്ണ കിടന്നിങ്ങനെ തിളച്ച് നല്ല മുരാന്നായിട്ട് വന്നുകൊണ്ടോ. നല്ല പകുതി വേവിനൊന്നും ആക്കിയെടുക്കരുത്, അച്ചാറിനാണ്. അപ്പം നമ്മുടെ മീൻ ഇതേ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് അരിഞ്ഞെടുത്ത് റെഡിയാക്കാം. ഒരു വെച്ചാണിലേക്ക് ഇതുപോലെ ഒരു കുറച്ച് അന്തരിമുളക് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചെറുപ്പഴോടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ വീട്ടിലുണ്ടാക്കണോണ്ടാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കണേ. കുറച്ച് ചെറുപ്പഴോടെ അതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കുക. ഇത് പച്ചന, ഇത് മൂത്ത് പോകരുത്, വാടാനേ പാടുള്ളൂ അന്തരിമുളക്. അപ്പോൾ ശരിക്കും ഇത് ഇട്ട് കൊടുത്തേച്ച് ബാക്കി ഈ പറഞ്ഞ കുറച്ച് ചുവന്നുള്ളി, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ മുഴുവൻ ഇടണം. എന്നിട്ട് ഇതൊക്കെ മൂപ്പിച്ച് മസാലകൾ ഇട്ടിട്ട് നമുക്ക് ഇതായിട്ട് വിനാഗിരി ഒഴിച്ച് സംഗതി സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഒരു ചെറിയ ഇത് മതി. പിന്നെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുകം ഇട്ട് കൊടുക്കാം. ആ കടുവ ഒലിയൊക്കെ പൊടുന്നതനുസരിച്ചിരിക്കും എന്ത് കറിയുടെയും ആ നന്നാവല് ഉലുവ. അതൊക്കെ നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മുറിക്കണം. നന്നായിട്ട് മൂത്ത് വരട്ടെ, മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ ശരിക്കും മൂത്ത് വന്നിട്ട് കേട്ടോ. നമുക്കിത് ചൊകാന്നാവരുത്, അല്ലാണ്ട് കത്താത്ത രീതിയിലുള്ള മൂപ്പാണ് നമുക്ക് ആവശ്യം. അതിൻ്റെ അധികം ഞാൻ 2 സ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, വേറെ ഒരു സാധനം ചേർക്കണത്. പിന്നെ അതങ്ങനെ ഒരുമാതിരി മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു കായപ്പൊടിയാണ്, കായപ്പൊടി കുറച്ച് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുകൂടെ കിടന്ന് നന്നായിട്ട് മൂത്ത പാതിയൊക്കെ ഒന്ന് വെട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ അധികം നമ്മൾ പുളി ഒരുക്കി വെച്ചിട്ടുണ്ട്. പുളി ഒരുക്കി വെച്ചേക്കുന്നത് അങ്ങനെ ലേശം ഒഴിച്ചു കൊടുക്കും. അവിടെ കിടന്ന് തിളച്ച് സെറ്റായി. അപ്പോൾ അതിനധികം നമ്മൾ നന്നായിട്ട് തിളച്ചൊന്നുണ്ട്. ലേശം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കും. കുറച്ച് ഉപ്പിട്ടാണ് മീൻ വറുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് കൂടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മൾ ഇതിനിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ മീൻ വറുത്ത് വെച്ചേക്കുന്നത് കാന്താരി മുളകും ചെറി എല്ലാം കൂടി ഉള്ളത് ഇതിൻ്റെ അകത്തേക്ക് അതിപ്പോൾ അച്ചാർ നന്നായിട്ട് തിളച്ച് നല്ല മണവും കാര്യങ്ങളൊക്കെ വരണ്ട. അപ്പോൾ ഇച്ചിരി കൂടി അങ്ങ് വെള്ളം പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ. അന്നേരം നമുക്ക് ചൊറുക്കി അങ്ങ് ഒഴിച്ചു കൊടുക്കാം.
ചൊറുക്ക ഒരു കുറച്ചങ്ങ് ഒഴിച്ചു കൊടുക്കണം, ഒരുപാടൊന്നും ഒഴിക്കരുത്, കുറച്ച് ഒഴിക്കാം. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് അതിൻ്റെ ഇതൊക്കെ അങ്ങനെ മധുരമൊക്കെ പതുക്കെ അങ്ങ് ഇറങ്ങട്ടെ. വെള്ളം കുറച്ചുകൂടി അങ്ങ് പറ്റും. പുളിവെള്ളം അതിൻ്റെ അകത്തേക്ക് എല്ലാം ഉപ്പും സംഗതി എല്ലാവരും കൂടി പിടിച്ച് കഴിയുമ്പോൾ നല്ല സെറ്റാവും. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഒരുമാതിരി പറ്റി വന്നിട്ട് നമ്മൾ ലേശം ചേർത്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇത്ര മതി. ഞാൻ അതുപോലെ കൂടുതലട്ടെ. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. മീനച്ചാർ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മീനച്ചാർ നല്ല സെറ്റായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കിയിടാനോണ്ടാണ് ചെറുപ്പഴമൊക്കെ ഇട്ട് ഉണ്ടാക്കി നോക്കിയത്. നിങ്ങൾ എങ്ങനെയായാലും ഈ സംഭവം ഇങ്ങനെ ഇട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം നമ്മുടെ മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരും. സെറ്റ് വീഡിയോ.